ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമസോൺ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എഗ്ഗ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള മസ്റ്റായിട്ടും 2 തന്നെ ചേർത്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമുക്കിത് ഹാഫ് കുക്കായി മതി. അപ്പോൾ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ടൊമാറ്റോ ചെറുത് ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവാളയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആമസോണിൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഷോർട്സ് കുറേ ഇട്ടിട്ടുണ്ട് ആമസോണിൽ. അപ്പോൾ ലോങ്സ് വീഡിയോ ഇത് ഫസ്റ്റാണ് ഞാൻ ഇടുന്നത്. ഒരു ടൊമാറ്റോ മാത്രം ചേർത്ത് കൊടുക്കാം. ഹാഫ് കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലെ പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചച്ച മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ റെസിപ്പിയിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പൊടികളൊക്കെ കുറച്ച് മാത്രം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ നിന്ന് അത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതേ പാനിലോട്ട് തന്നെ ഈ അരവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിലോ കട്ടിയിലാണെങ്കിലോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. കുറച്ച് കട്ടിയിൽ തന്നെ ഈ റെസിപ്പി തയ്യാറാക്കാൻ നോക്കുക. ഇത് കുക്കാവുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിക്കോളും. അപ്പോൾ ഇതാ എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ കസൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ എഗ്ഗ് റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം. പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ആമസോൺ സബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അടുത്ത റെസിപ്പിയിൽ കാണുന്നത് വരെ താങ്ക് യു. ബൈ.